ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സ്റ്റീലിലെ തട്ടോ ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ജാറിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള പാലും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത പാലാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. ഒരു 350 ml അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിയാ സീഡാണ് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ സബ്ജാ സീഡ് അല്ല കേട്ടോ, അതായത് കസ്കസ് എന്ന് പറയില്ലേ, ആ ഒരു സബ്ജാ സീഡ് അല്ല, പകരം ചിയാ സീഡാണ്. ഇതുപോലെ ഉണ്ടാവും, അതായത് ഇങ്ങനെ ഒരു മൾട്ടി കളറിലായിരിക്കും കേട്ടോ നമ്മുടെ ചിയാ സീഡ് കിട്ടുന്നത്. ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ചിയാ സീഡ് എന്ന് പറയുന്നത്. അതായത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം, സീറോ കൊളസ്ട്രോൾ ആണ്. അതുപോലെ തന്നെ ഹാർട്ടിനൊക്കെ വളരെ ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിയാ സീഡ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചിയാ സീഡ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബോൺ സ്ട്രെങ്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ ചിയാ സീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ചിയാ സീഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു ദിവസം നമ്മളിത് എടുക്കരുത് കേട്ടോ. ഇത്രയും ഹെൽത്തിന് വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് നമ്മളിത് ഒരുപാട് കഴിക്കാൻ വേണ്ടി നിൽക്കരുത്. 2 ടേബിൾ സ്പൂൺ, അതായത് ഗ്രാം നോക്കുമ്പോഴത്തേക്ക് 30 ഗ്രാമോളം ഉണ്ടാവും. അതിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം എടുക്കരുത് കേട്ടോ. കോൺസ്റ്റിപ്പേഷനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിത് കുതിർത്ത് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിയാ സീഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ സബ്ജാ സീഡ് പോലെ പെട്ടെന്ന് തന്നെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് കിട്ടില്ല. അതായത് ഇച്ചിരി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പോയിട്ട് നന്നായിട്ട് കട്ട പിടിക്കും. അതിൻ്റെ പേരിൽ 1 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 5 ബദാം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കുതിർക്കാത്ത ബദാം തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒരു സ്ലൈസറിൽ വെച്ചിട്ട് ഒന്ന് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ആ ഒരു ബദാമും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം സാഫ്രോണും കൂടി. അപ്പോൾ നമ്മൾ ഈ സാഫ്രോൺ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും കളറും കൊടുക്കും. അതല്ലാതെ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ നിർബന്ധമില്ല നമുക്കിത് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സാഫ്രോണും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതായത് കുറഞ്ഞതൊരു 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ഇത് തയ്യാറാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലങ്ങ് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കാരണം വെച്ചാൽ പാലായതിൻ്റെ പേരിൽ തന്നെ നമുക്കിത് ഒരുപാട് സമയം പുറത്ത് വയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ശരി, ഞാനൊരു 5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു 5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുതിർന്ന് നമ്മുടെ ചിയാ സീഡ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഈ പാലിലേക്ക് ചേർക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പാലിൻ്റെ അളവ് കുറച്ചും കൂടി കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ട, ലൂസായി പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചെറുപഴം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറെ നേന്ത്രപ്പഴം ഒന്നും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് റോബസ്റ്റ പഴമൊക്കെ എടുക്കാവുന്നതാണ്. ആ ഒരു പഴം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ബദാമും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു ബദാമും കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഈ ചിയാ പുഡിങ്ങിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, മധുരമൊന്നും ഉണ്ടാവില്ല. കുറച്ച് മധുരം എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് ഒരല്പം തേൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഒന്നും ചേർക്കരുത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു നേരം നമ്മൾ ചിയാ പുഡിങ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് നന്നായിട്ട് തന്നെ ഫില്ലായിട്ടുണ്ടാകും കേട്ടോ. കുറേ അധികം സമയത്തേക്ക് തന്നെ നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ ഈ ചിയാ പുഡിങ് മാത്രം എടുത്താൽ പോരാ, കുറച്ച് എക്സസൈസ് എങ്കിലും മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കണം. അതായത് ഒരു 30 മിനിറ്റെങ്കിലും, കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മളൊന്ന് മാക്സിമം നടക്കാൻ ശ്രമിക്കണം കേട്ടോ ദിവസവും. ആ നടക്കുന്നത് കൊണ്ട് വളരെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് നടക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു നേരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊന്ന് എടുക്കാം. അപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആകുന്നതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാകുന്നതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അല്ലാത്തവരൊക്കെ ഒരു നേരം ഇതുപോലെ ഒന്ന് ചിയാ പുഡിങ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒന്ന് ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.